സാക്ഷ്യത്തിന് ഈ സമയമില്ല. നമ്മൾ പ്രിയ സനൽബ്രദറിൻ്റെ സെൻഡ് ഓഫിനായിട്ട് നമുക്ക് അല്പനേരം സാക്ഷ്യത്തിനുള്ള അതിനുവേണ്ടി സഹോദരന്മാർക്കൊക്കെ ചുരുക്കമായിട്ട് അനുഭവങ്ങൾ കഴിഞ്ഞ നാളുകളിൽ 2009 പ്രിയ സനൽബ്രദർ നമ്മുടെ കൂട്ടത്തിൽ 2010 പ്രിയമാൻ കടന്നു വന്നത്. ഇപ്പോൾ ഏകദേശം 15 വർഷം 16 വർഷത്തോളം ആകുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മളോടുകൂടെ അനുഗ്രഹമായിട്ട് ദൈവം പ്രിയമാനെ നിർത്തി. വളരെ പേഴ്സണലായിട്ട് ഇടപെടുന്നതോടെ എനിക്കൊത്തിരി കടന്നുപോയ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ. നമ്മൾ ഈ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നുന്നു അല്ലേ? ബിസിനസ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എൻ്റെ അച്ഛൻ ഭയങ്കര ബിസിനസ്സുകാരനാണെന്നൊക്കെ. എന്നാലും ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ അതിൻ്റെ പിമ്പിലെ ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാമായിരുന്നു. എങ്കിലും ആ നാളുകളിലെല്ലാം ദൈവം നടത്തി പ്രിയമായി ഇവിടെ വന്ന് ഇവിടെ വെച്ച് വിവാഹം നടക്കുവാൻ ഇടയായി. കുടുംബമായിട്ട് ഇവിടെ ആയിരിക്കാൻ ഇടയാക്കി. പിന്നെ ഇപ്പോൾ സിസ്റ്റർ കാനഡയിലാണ്, കുഞ്ഞുങ്ങൾ നാട്ടിലാണ്. പ്രിയമകൻ എല്ലാവരും നമുക്ക് ദൈവഹിത പ്രകാരം എല്ലാവരും ഒന്നിച്ച് താമസിക്കണം. പ്രിയ നാട്ടിലേക്ക് കടന്നുപോയി. അവർക്ക് കാനഡയ്ക്ക് പോകാനുള്ള വിസ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയവന് കുറച്ച് നാൾ ഇവർ കുടുംബമായിട്ട് ഞങ്ങളുടെ ഈ വില്ലയിൽ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. എത്ര നാൾ താമസിച്ചു? 1 വർഷവും. 1 വർഷത്തോളം നമ്മുടെ വില്ലയിലായിരുന്നു ഇവർ കുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വളരെ അടുത്ത കുടുംബത്തെ നമുക്ക് അറിയുകയും ചെയ്യാം. പണ്ടായിട്ട് പോലെ എങ്ങനെ 6 മാസം താമസിച്ചാൽ അറിയാമെന്ന് പറഞ്ഞ പോലെ 1 വർഷം താമസിച്ച് ഇവരെ നല്ല പേഴ്സണലായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് ദൈവത്തോളം അവരെ നടത്തി. ദൈവത്തിൻ്റെ എല്ലാ വഴികൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയോടുള്ള ബന്ധത്തിൽ പ്രിയമകൻ ഇവിടെ ആയിരുന്നപ്പോൾ ഒരു പരോപകാരിയായിരുന്നു. ആത്മീയമായിട്ടൊന്നും ഞാൻ അധികമൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ഒരു പരോപകാരിയായിരുന്നു. എല്ലാവർക്കും ദൈവം ഓരോ കൃപകളാണല്ലോ കൊടുക്കുന്നത്. ഏത് കാര്യം വന്നാലും ഓടിയെത്തും. ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കൊരു സഭയിൽ പ്രശ്നമുണ്ടായി. കുറച്ച് പേര് ചർച്ചയിൽ നിന്ന് പോയ സമയത്ത് വേണമെങ്കിൽ ആ സമയത്ത് പോകാവുന്ന സാഹചര്യമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ഇല്ല, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. കുടുംബക്കാരൊക്കെ പോയപ്പോഴും ഞാൻ തിരിഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയമകൻ ഇവിടെ തന്നെ നിന്നു. സാധാരണ ഇതിൽ ആരും അങ്ങനെ നിൽക്കാത്തൊരു സാഹചര്യങ്ങളിൽ പ്രിയമകൻ ഇവിടെ നിൽക്കാനിടയായി. അതുപോലെ ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇവിടെ വലിയ മഴ, കഴിഞ്ഞ വർഷം മഴയുണ്ടായില്ല, ഈ വർഷത്തെ അല്ല. പെട്ടെന്ന് കറണ്ടെല്ലാം പോയി. അന്നേരം ഇവിടുത്തെ ഭൂമിക്കടികളുള്ള കേബിളെല്ലാം കൂടെ എന്തോ വെള്ളം കയറി അങ്ങ് പൊട്ടിപ്പോയി. ആ മഴ സമയത്ത് ഇവിടം വരെ വെള്ളമാണ് മേളിൽ, ആർക്കും വരാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ ആശ്രയം എന്തുകൊണ്ടാണ് സനലിനെ വിളിച്ചു. എവിടുന്നാണെന്ന് അറിയാൻ പറ്റും. ഉണ്ടായിരുന്ന വണ്ടിയെല്ലാം അവിടെ വെള്ളത്തിൽ പോയിട്ട് ഓടിച്ച് പുള്ളി ഇവിടെ വന്നു. കേബിൾ മേടിച്ച് പിറ്റേ ദിവസം രാവിലെ. അതുമാത്രമല്ല, അന്ന് രാത്രി കറണ്ടില്ല. ഏതോ വഴി കൂടെ കറണ്ടെല്ലാം കണക്ട് ചെയ്ത് ഞങ്ങൾക്ക് 2-3 ലൈറ്റൊക്കെ ഓണാക്കി തന്ന് പോയി. പിന്നെ പിറ്റേ ദിവസം പോയി കേബിളൊക്കെ മേടിച്ച് ഫിക്സ് ചെയ്തു. ഞാൻ പറഞ്ഞിങ്ങനെ ഏത് കാര്യത്തിനാണെങ്കിലും നമ്മുടെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇവിടെ ഈ ഇരിക്കുന്ന എൻ്റെ പേരെന്തോ മിക്സർ, ഈ മൈക്കൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കൽ നമ്മുടെ ഇവിടെ ഒരു പഴയ മൈക്കൊക്കെ ആയിരുന്നത്, അന്നത്തെ കാലത്ത് ആദ്യം ഇരുന്നത്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനൊരു പുതിയ മിക്സർ മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു, അയ്യോ മോനെ ഇതൊക്കെ ഉണ്ടല്ലോ. ഇല്ല, നമുക്ക് നല്ല മിക്സർ വേണം. ഒരു നല്ല മിക്സർ, അതുപോലെ കാര്യങ്ങൾ എല്ലാം. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം പരോപകാരിയായിരുന്നു എല്ലാ കാര്യങ്ങളിലും. പ്രിയമകന് നമ്മുടെ സഭയുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ആത്മീയമായിട്ട് എത്രത്തോളം വളർന്നെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാര്യം എനിക്കത് പുതുതായിട്ട് വന്ന ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങിന് വരാൻ പറ്റുന്നുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഉള്ളിൽ ദൈവം പകർന്ന ആ ആത്മീയ സത്യങ്ങൾ ഇത്രയും വലിയ പ്രതിസന്ധി കൂടെ ഒക്കെ കടന്നു പോയിട്ടും പിടിച്ചു നിർത്തിയത് ഞാൻ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ആ ഉള്ളിൽ പകരപ്പെട്ട ആത്മീയ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബിജു ബ്രദറിൻ്റെ സാക്ഷ്യം കേട്ടതുപോലെ ദൈവത്തെ വിട്ട് പിന്മാറി പോയിട്ടും ദൈവം കഴിഞ്ഞ ദിവസം ബിജു ബ്രദർ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു, പണ്ട് ഞാൻ ഒത്തിരി പേരെ മീറ്റിങ്ങിന് എടുത്തുകൊണ്ട് വരികയൊക്കെ ചെയ്തു. അതായിരിക്കും വെച്ചാൽ എന്നെ ഞാൻ ഇത്രയും ദൈവത്തെ വിട്ടു പോയിട്ടും വീണ്ടും ദൈവം എന്നെ സ്നേഹിക്കുകയും കരുതുകയും എനിക്ക് വേണ്ടി വഴി തുറക്കുകയും ചെയ്തെന്ന് പറയാനിടയായി. ഞാൻ ചിന്തിക്കുക അതുപോലെ തന്നെ പ്രിയ സനൽ ബ്രദറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ആൾക്കാരെ കുമൽക്കൊനിയുന്ന ആൾക്കാരെ കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങൾക്കും താൻ ഒരു പരോപകാരിയായിട്ട് നമ്മുടെ നമുക്കറിയാം. ഇവിടെ പ്രശ്നം പ്രത്യേകിച്ച് പ്രിയ മനോജ് ബ്രദറിൻ്റെ കൈ മുറിഞ്ഞപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്ന് ആരാന്നൊക്കെ ചെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്തിയതും ആകുന്നുണ്ട്. അവർ 68,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സൈഡിൽ കൂടെ പ്രിയ സഹോദരൻ ചെന്നിട്ടാണ് അവിടെ ചെന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്. ഞാനും അവിടെ പോയതായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുകയും അതിനിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിലായി, വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ എല്ലായിടത്തുനിന്നും ദൈവം വിടുവിച്ച് ഇത്രത്തോളം ദൈവം നിർത്തി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്. പ്രിയമകൻ നമ്മുടെ കൂട്ടത്തിലായിരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.
ദൈവം താൻ ദൈവനാമത്തിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. അല്ലാതെ നമ്മളുമായിട്ട് കുടുംബ ബന്ധമോ അല്ലാത്ത ബന്ധമൊന്നുമില്ല, സഹോദരൻ്റെ സഹോദരിയൊന്നുമില്ല. കർത്താവിൽ ഉള്ള ബന്ധത്തിൽ പ്രിയമൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ ഞാൻ എല്ലാം ഒന്നും പറഞ്ഞു, ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പ്രിയമൻ മടങ്ങിപ്പോവുകയാണ്. എല്ലാം നന്മയ്ക്കായിട്ട് തുടർന്ന് ദൈവം എല്ലാം ചെയ്യട്ടെ എന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് ഒന്നിച്ചായിരിക്കാൻ റീജ സിസ്റ്റർ കാനഡയിലാണ്. പ്രിയ മകളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ 3 പേര് നാട്ടിലുണ്ട്. അതിനിടയ്ക്ക് പെട്ടെന്നാണ് പ്രിയ മാതാവിൻ്റെ വേർപാട്. ആ സമയത്ത് പ്രിയൻ ഒത്തിരി പ്രതിസന്ധികളിലായിരുന്നു. ഇടയ്ക്ക് ഇവിടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ. ഇടയ്ക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, കംപ്ലീറ്റ് ബിസിനസ്സും ഫ്ലോപ്പായി. ഇനി ഇവിടുന്ന് പോകാൻ പറ്റത്തില്ലെന്നുള്ള നിലയിലാണ് പ്രിയമാൻ നമ്മുടെ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇങ്ങോട്ട് പോരെ, ഇവിടെ താമസിക്കുക. അന്ന് എല്ലാം തകർന്ന് തരിപ്പണമായി. ഒരു റെൻറ്റും പോലും പറ്റാത്ത നിലയിൽ വന്നു. ഞാൻ നമുക്ക് ഇവിടെ താമസിക്കാം, ഇവിടെ വന്ന് അങ്ങനെ ഇവിടെ താമസിക്കാം. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് കുറച്ച് നാൾ താമസിച്ചേ ഉള്ളൂ. 1 വർഷത്തോളം ആയപ്പോഴത്തേന് എല്ലാം വീണ്ടും ദൈവം പുതുക്കി കൊടുക്കാനിടയായി. അങ്ങനെയാണ് പിന്നെ ഒരു ഉമൽക്കോനിലേക്ക് പോകാൻ ഇടയായത്. ഞാൻ പറഞ്ഞ ദൈവത്തോളം നടത്തി, ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രിയമാനെ നടത്തിയതിനോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രിയമാനെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ ആർക്കെങ്കിലും സഹോദരങ്ങൾ ചുരുക്കമായിട്ട് പറയാനുള്ളവർക്ക് ഒരു 5-10 മിനിറ്റ് മുമ്പോട്ട് പോയാലും സാരമൊന്നുമില്ല. സാനില ഏറ്റവും അവസാനം പറയുന്നുള്ളൂ, അത് നിങ്ങൾ പറ. ഓക്കെ. ദൈവം നടത്തി ആരെങ്കിലും സഹോദരങ്ങൾക്ക് പറയാനുള്ളവർക്കും ഉണ്ട്. വായിക്കുന്ന കൈ ഉയർത്തി. വേറെ ആരാ പറയാനുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നു പറയുന്നെങ്കിൽ പറയാം. അങ്ങോട്ട് ചെല്ലാൻ നിന്ന് കൊണ്ടുകൂടെ, അങ്ങോട്ട് കൊണ്ടുകൂടെ. അത് സനലിനെ പറ്റി ചില വാക്കുകൾ പറയാനുള്ളവർക്ക് അതിനുള്ള സാവകാശമുണ്ട്. ഞാൻ എല്ലാ കാര്യമൊന്നും പറഞ്ഞില്ല, സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനിയും പറയുകയാണെങ്കിൽ അടുത്ത് വന്ന് പേഴ്സണാലിറ്റി ചോദിക്കുന്നവർക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രതീക്ഷിച്ചതല്ല, പക്ഷേ ഒത്തിരി സങ്കടമുണ്ട് സാക്ഷ്യം പറയാൻ നിൽക്കേണ്ടി വന്നതിൽ. ഞാൻ ഓർക്കുന്നത് 2009 ഞങ്ങൾ ഈ ദേശത്ത് വരുന്നത്. 2010 ഞാൻ ഓർക്കുന്നുണ്ട്, എല്ലാവരും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സനൽ ഒരു വെള്ളിയാഴ്ച, അന്ന് വെള്ളിയാഴ്ചയായിരുന്നു 2010. ആ വെള്ളിയാഴ്ച നമ്മുടെ അടുത്ത് വരുന്നു. എൻ്റെ വിവാഹം അടുത്ത ശനിയാഴ്ചയാണ്, നിങ്ങളെല്ലാവരും വരണമെന്ന് പറഞ്ഞ് കല്യാണം വിളിക്കാൻ വന്നതാണ് ഞാൻ അന്നേരം ഇപ്പോൾ ഓർക്കുന്നത്. അന്ന് ആ 2010 മുതൽ ഈ നിമിഷം വരെയും സഹോദരൻ എന്നുള്ളതല്ല, സ്വന്തം കൂടപ്പറപ്പിനെ പോലെ ഞങ്ങളോടൊപ്പം നിന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്, സനലിന് അന്ന് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ദുബൈയിലും അൽക്കൂസിലൊക്കെ പോവുകയും വർക്ക് ചെയ്യുകയും ഒക്കെ വരും. നേരെ തിരിച്ച് ഞങ്ങളെ ഉമൽക്കോനി കൊണ്ടുവന്ന് വിടും. റൂമിൽ ചെന്ന് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളെ വിളിച്ചിട്ട് പറയും, ബൈബിളിനകത്ത് ഒരു കാര്യം വെച്ചിട്ടുണ്ട് രഞ്ജു, അത് എടുക്കണേന്ന് പറയും. ബൈബിളിൽ ചെന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അതിനകത്ത് പൈസ വെച്ചേക്കുന്നത്. അങ്ങനെ ചെറിയ കാര്യത്തിനകത്തും എല്ലാത്തിനകത്തും ഒരു വിശ്വസ്തതയായിരുന്നു, ഒത്തിരി സ്നേഹവും ഒക്കെയുള്ള ഒരു ദൈവഭൃത്യം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ സഹിച്ചാനും അറിയാം, ഉമൽക്കോലിലുള്ള സമയത്ത് കമ്പനിയിൽ ഭയങ്കര പ്രശ്നം നടക്കുന്നു. ഞങ്ങൾ 4 പേര് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഞങ്ങളെ വിടുന്നില്ല. ഞങ്ങളവിടെ പ്രശ്നം ഉണ്ടാക്കി അവിടുത്തെ അർബാവിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. ഷെയ്ഖ് ഫാമിലിയിലുള്ള ഒരു ഷെയ്ഖായിരുന്നു സ്പോൺസർ. അവരുടെ മുന്നിലൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. അവർക്കൊരു നഴ്സറി സ്കൂളുണ്ട്, അവിടെ പോലീസിൻ്റെ ഒക്കെ പിള്ളേരൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി പിടിപാട് അവർക്കുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ടാക്സി പിടിച്ച് ഇവിടെ വന്ന് സൈച്ചാൻ്റെ അടുത്തും സിച്ചാൻ്റെ അടുത്തും അമ്മച്ചിയുണ്ട്, ദിവ്യ ചേച്ചിയും ബെറ്റി ചേച്ചി എല്ലാവരും ഉണ്ട്. ഞങ്ങളെ ആശ്വസിപ്പിച്ച് പിറ്റേ ദിവസം പരിഹാരത്തിന് പോകുന്ന സമയത്ത് സനലിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ അവർ പറഞ്ഞത്, ദൈവന്മാർ ഞങ്ങളെ കത്തിക്കുമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് അമ്മമാരെ കയറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പം സനൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് അന്ന് ഒത്തീർപ്പാക്കി. എന്താ പറയുന്നത്, ഒത്തിരി ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യും. ചെറിയ കാര്യത്തിനകത്ത് പോലും ഞാൻ ഓർക്കുന്നത്, ഇവിടെ സനലിൽ നിന്ന് ചെറിയൊരു ഹെൽപ്പ് പോലും ലഭിക്കാത്തവരാരുമില്ല. ഏതൊരു കാര്യത്തിനകത്ത് നമ്മൾ വിളിച്ചിട്ട് സനലെ ജോലി ഇല്ലെന്ന് പറഞ്ഞാൽ സനൽ ജോലി തരും. സാമ്പത്തികമായിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞാൽ സഹായിക്കും. നാട്ടിൽ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞാൽ കൊണ്ടുവിടും. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ വില്ല നമ്മളിവിടെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റിങ്, പ്ലംബിങ്, വയറിങ്, ടൈലിടാൻ, സ്പീക്കർ വെക്കാൻ, ബോക്സ് വെക്കാൻ, ക്യാമറ ഫിറ്റ് ചെയ്യാൻ, to Z കാര്യത്തിനകത്ത് സനൽ ഞങ്ങളോടൊപ്പം കൂടപ്പുറപ്പിനെ പോലെ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത്രയും നാൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. AC തണുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം വിളിക്കുന്നത് സനലിനെയാണ്. തണുക്കുന്നില്ല, ഇങ്ങനെയാണ് കാര്യം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഒത്തിരി വിഷമമുണ്ട്. പ്രത്യേകിച്ച് റീജയുടെ കാര്യം. അന്ന് ഞാൻ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. റീജ ഉമൽക്കോലിൽ ഡ്യൂട്ടി ചെയ്തിട്ട് വരുന്ന സമയത്ത് റീജ നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ റൂമിൻ്റെ താഴെ വന്ന് വെയിറ്റ് ചെയ്യും. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഉമൽക്കോനി വന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ഞങ്ങളെ അവിടുന്ന് പിക്ക് ചെയ്ത് റീജ ഇവിടെ കൊണ്ടുവരും.
കാരണം റീജയ്ക്ക് ഒത്തിരി ടെൻഷനും കാര്യങ്ങളും അന്നും ഉണ്ടായിരുന്നു ഡ്യൂട്ടിയുടെ ഇതിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നാക്കി പ്രേരണത്തും ഒത്തിരി സപ്പോർട്ട് റീജ ആണെങ്കിലും ചെയ്തു. സനലാണെങ്കിലും ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ ആഗ്രഹിച്ചു ആൾ. പക്ഷേ ചില സാങ്കേതിക കാര്യങ്ങളും ഉള്ളിലുള്ള പ്രയാസവും ഒക്കെ കാരണം ഒന്നും നടന്നില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാലും ദൈവം ആത്മീയമായിട്ട് അനുഗ്രഹിക്കും, മാനിക്കും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നാട്ടിൽ പോകുന്നെന്നുള്ളതല്ല, സഹിച്ചാൻ പറഞ്ഞ പോലെ കുടുംബമായിട്ട് മക്കളുമായിട്ട് അവരൊന്നിച്ച് അവരാഗ്രഹിക്കുന്ന ദേശത്ത് ദൈവം അവരെ നിർത്തട്ട്. സനലിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ 2010 തൊട്ടേ ഉണ്ടായിരുന്നത് എല്ലാവരും അങ്ങോട്ടൊക്കെ പോയി. സിജാനം പോയി, അങ്ങനെ ഓരോരുത്തർ പോയി. ഇനിയിപ്പോൾ ഞാനും രാജേഷും മാത്രമേ ഉള്ളൂ കൂട്ടത്തിലുള്ളത്. ദൈവം അനുവദിച്ചാൽ ആഗ്രഹം പോലെ ഞങ്ങളും എവിടെയൊക്കെ കാനഡയ്ക്ക് എത്തണമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സാക്ഷി പറയാൻ സമയം തന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. സഭയായിട്ട് ഞങ്ങളുടെ നന്ദിയും സ്നേഹവും ഒക്കെ സനലിനോട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. അതുപോലെ സനല് ഞാൻ പറഞ്ഞ പോലെ പരോപകാരി മാത്രമല്ലായിരുന്നു, അനേകരെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു സനലായിരുന്നു. നമ്മുടെ രാജേഷിനെ ഞാൻ ഓർക്കുന്നുണ്ട്. രാജേഷ് ബ്രദർ ഇവിടെ ജോലിക്ക് ഷാർജ വന്നപ്പം രാജേഷ് ബ്രദറിന് വിശ്വാസത്തിലൊന്നും അല്ല. രാജേഷ് ബ്രദറിനെ അവിടെ പോയി എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. രാജേഷ് ബ്രദർ വിശ്വാസത്തിൽ വരുവാൻ, ഇവിടെ വന്ന് സ്നാനപ്പെടുവാനും കർത്താവിലേക്ക് വരുവാനും രാജേഷ് ബ്രദർ ഇടയാക്കാൻ കാര്യം സനലാണ്. സനല് അവിടുന്ന് പോയി എടുത്തുകൊണ്ട് രാജേഷിനെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അതുപോലെ തന്നെ സനലിലെ കമ്പനി ജോലി ചെയ്യുന്നവരെ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു, ഞാൻ എല്ലാവരും പേരൊക്കെ മറന്നുപോയി. അവരെല്ലാം സനൽ പറയും മീറ്റിംഗ് കൊണ്ട് വാന്ന് പറഞ്ഞിട്ട് സനൽ എല്ലാവരെയും കൊണ്ടുവരുമായിരുന്നു. ഞാൻ പറഞ്ഞെന്താ ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആത്മീയമായിട്ട് തന്നാലാകുന്ന നിലയിൽ, തമ്മിൽ പ്രസംഗനോ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു, തന്നെ കൊണ്ടാകുന്ന നിലയിൽ കൂടെ ജോലി ചെയ്യുന്നവരെ, കമ്പനിയിലുള്ളവർ, അവരെയൊക്കെ പ്രേയറിന് കൊണ്ടുവരുമായിരുന്നു. പിന്നെ നമ്മൾ പറയുന്ന പോലെ കൊണ്ടുവരിക, വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് ഇടപെടുന്നത്. അങ്ങനെ കുറേ അധികം പേര് വിശ്വാസത്തിലേക്ക് വരുവാനും ചർച്ചിനോട് തുടർന്ന് നിൽക്കുവാനും ദൈവം ഇടയാക്കി. അത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. വേറെ സാക്ഷി പറയാനുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി സഭയിൽ ഇങ്ങനെ നിൽപ്പാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുറച്ച് ആൾക്കാർക്ക് അറിയാം, ഞാൻ സനലും കസിൻസാണ്. ഞങ്ങൾ ഒരു 6 മാസത്തെ വ്യത്യാസമുള്ളൂ ഞാൻ സനലും തമ്മിൽ. അതോടൊപ്പം തന്നെ സനൽ ഇവിടെ 2006 ഇവിടെ കടന്നു വരുന്നത്, ഞാൻ വരുന്നത് 2007. അതിലും ഒരു 6 മാസത്തിലാണ് ഞങ്ങൾ. ഇതുവരെ ഞങ്ങൾ അങ്ങനെ മാറി നിന്നിട്ടില്ല. ഇപ്പം 10-40 വർഷം ആവാൻ പോകുന്നു. പക്ഷേ ഞങ്ങളങ്ങനെ ഇതുവരെയും മാറി നിന്നിട്ടില്ല, ഒരാഴ്ച പോലും കാണാതിരുന്നിട്ടില്ല. അതോടൊപ്പം തന്നെ എന്നെ ആദ്യം UAE കൊണ്ടുവരുന്ന ഒരു വിസിറ്റിംഗ് വിസയിൽ സനലാണ്. ഞാനിവിടെ വിസിറ്റിംഗ് വിസ വന്ന ഉടനെ ഞങ്ങൾ രണ്ടുപേരുടെ, അവൻ്റെയും ജോലി പോയി, എനിക്കും ജോലിയില്ല. അങ്ങനെ പിന്നെ ഭാഷയില്ല. പിന്നെ സനലിന് കുറച്ച് അറബിയും പിന്നെ അറിയത്തില്ല. സനൽ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അവിടെ സനലിന് വേണ്ടി അല്ലെങ്കിൽ സനലിന് മുമ്പായിട്ട് ആരെങ്കിലും ഇറങ്ങും. എൻ്റെ മുന്നിൽ തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ല. പിന്നെ ജോലി ഇങ്ങനെ തപ്പി നടന്നു. അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഗൾഫ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടെസ്റ്റ് അടിക്കാൻ തന്നു. അപ്പോൾ ഞാൻ ആദ്യം ടെസ്റ്റ് അടിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ സനൽ കുറച്ചും കൂടെ വൃത്തികേടായിട്ട് ടെസ്റ്റ് അടിച്ചു, വെൽഡിങ്ങിൻ്റെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്നേക്കാൾ നല്ലോണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, നിനക്കാണ് ഇപ്പം ജോലി അത്യാവശ്യം, നിനക്കാണ് വിസ അത്യാവശ്യം, അതുകൊണ്ട് നിന്നെ അവർ പാസ്സായിക്കട്ടെ, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം, എൻ്റെ തലേന്ന് ഒഴിയല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ തമാശയ്ക്കാണ് പറയുന്നതെങ്കിൽ അങ്ങനെ പോയി എനിക്കവിടെ ജോലിയായി. അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് 2 ബെഡാണ് അന്ന് 250 രൂപ റെൻറ്റിന് കൊടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ശമ്പളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബെഡിലേക്ക് മാറിയും 250 രൂപ മാത്രം കൊടുത്താൽ മതി. അങ്ങനെയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ 5 വർഷം വേറൊരു കമ്പനി ജോലി ചെയ്തു. അതിനുശേഷം ഒരു 4 വർഷത്തോളം സനലിൻ്റെ കമ്പനിയിൽ തന്നെ ഞാൻ വർക്ക് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തപ്പോൾ പോലും ഞാൻ അതിൽ നിന്ന് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള ഇത് തന്നു. അന്നത്തെ കാലത്ത് അറിയാം, നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനൊക്കെ ഇവിടെ ബുദ്ധിമുട്ടാണ്, ക്ലർക്ക് വിസ വേണം, അങ്ങനെ കുറേ. പക്ഷേ എല്ലാ കാര്യങ്ങളിലും സനൽ ഇറങ്ങുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ എൻ്റെ എല്ലാ കാര്യത്തിലും. ഞാൻ ഈ ചർച്ചിൽ എന്നെ കൊണ്ടുവരുന്നത് സനലാണ്. കാര്യം സനലിന് കുറേ കാര്യങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, അവ എല്ലാം ഒന്നും വെളിപ്പെടുത്തത്തില്ല. സൈച്ചാനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൈച്ച ഈ ചർച്ചിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വല്ലവരുടെയും കത്തിക്ക് മുന്നിലോ അല്ലെങ്കിൽ ഒരു കയറിലോ എങ്ങനെയെങ്കിലും തീർന്നു പോകുന്ന ഒരു ജീവിതമായിരുന്നു. കുറച്ച് ആൾക്കാർക്ക് അറിയാം, പഴയ ആൾക്കാർക്ക്. പക്ഷേ ഇപ്പോഴൊക്കെ ഉള്ള രാജേഷ് എന്നൊക്കെ പറഞ്ഞാൽ വെറും പൂച്ച പോലെയാണ്. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് അറിയാം, നാട്ടിലുള്ളവർക്ക്. പക്ഷേ ഇങ്ങനൊരു മാറ്റം വന്നത് സനൽ മുഖേനയാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരം എപ്പോഴും കൂടെ ഇരുന്നു. അതോടെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സനൽ ഇതിപ്പം റീജ പോയപ്പോൾ എനിക്കറിയാം എന്നാലും സനൽ പോവും. പക്ഷേ നമുക്കത് പിന്നെ അവർ പോകണം, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എല്ലാം നടക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇനിയിപ്പോൾ നാട്ടിൽ പോയിട്ടിരിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വരുന്നത്. അതുകൊണ്ടൊരു ചെറിയ സങ്കടം ഉണ്ടെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക.
ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പറയുന്നില്ല. പക്ഷേ ഈ ഒരാഴ്ചയായിട്ട് അവന് സ്വസ്ഥത കൊടുക്കാതെ പഴയ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ വൈകിട്ട് വിളിക്കുമ്പോൾ അരമണിക്കൂറോളം സംസാരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് അവനും അറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധി ഇരുന്നുള്ളൂ. മാത്രമല്ല ഞാൻ ഓർക്കുന്നുണ്ട് രാജേഷിൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. രാജേഷിൻ്റെ വിവാഹം ഇവിടെ വെച്ചാണ് നടക്കുന്നത്. സനലിൻ്റെയും വിവാഹമല്ല ഉറയ്ക്കുന്നത്, അല്ലേ? ഉറയ്ക്കുന്ന ഇവിടെ വെച്ചാൽ ആ സമയത്ത് ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ സമയത്ത് സനലാണ് എല്ലാം കൂടെ എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മളെക്കൊണ്ട് പറ്റാത്ത നിലയിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്നാലും അതൊക്കെ നടത്തി ഞാനെല്ലാം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഇപ്പോഴും രാജേഷിനെ സനൽ കൊണ്ടുവരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ സന്തോഷം കൊണ്ടുവന്നവരെ ദൈവം രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് ദൈവം നമ്മൾ ബന്ധത്തിൽ പറയുന്ന പോലെ ഒരിക്കലും ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നതിനെ കണക്കിടാത്ത ദൈവമല്ല. അതുകൊണ്ട് ഒരിക്കലും പ്രിയ സനലിനോട് പറയാം, ഒരിക്കലും കഴിഞ്ഞ നാളുകളിൽ ചെയ്തത് ദൈവം മറക്കത്തില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പല നിലകളിൽ പോയാലും ദൈവം എന്ത് ചെയ്യുന്നറിയോ? വീണ്ടും ആ പഴയ കരുണ, അവൻ്റെ കരുണ വറ്റിപ്പോയിട്ടില്ല. അവൻ്റെ കുറവ് ആ സാഹചര്യങ്ങളിലും കൂടെ നാം നടത്തുന്നതാണ്. തീർച്ചയായിട്ടും ജോൺകുട്ടി പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു. എൻ്റെ അനുഭവത്തിൽ എനിക്കൊരിക്കലും സനൽ പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റുന്ന അനുഭവമല്ല. ചർച്ചിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ലീവ് കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ പാസ്പോർട്ട് പിടിച്ച് ഇവിടെ വെച്ചു. ഞാനപ്പോൾ നേരെ എൻ്റെ കമ്പനിയിൽ വിളിച്ചു, എൻ്റെ സൂപ്പർവൈസറോട് പറഞ്ഞു. അപ്പോൾ സൂപ്പർവൈസർ നേരെ PROക്ക് കണക്ട് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം സൂപ്പർവൈസർ അവിടെ വന്നു പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറയുന്നേ പറഞ്ഞു. പിന്നെ അടുത്ത വിളിക്കുന്ന സൈച്ചാനെയാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വിളിക്കുന്നത് സനൽ പ്രധാനെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നേരെ പാസ്പോർട്ട് വാങ്ങിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന അടുത്ത് ലോണുണ്ട്, ആ ലോൺ നിങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല അവരെങ്ങനെയോ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നു. പിന്നെ സനൽ പ്രധാനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ സനൽ പ്രധാൻ അച്ഛാ പാസ്പോർട്ട് അച്ഛൻ്റെ കയ്യിലിരിപ്പുണ്ടോ, അച്ഛൻ ധൈര്യമായിട്ടൊന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു 1.5 മാസത്തിലേ സനൽ പറയും 1.5 മാസത്തോളം നിന്നുകൊണ്ട് ഞാൻ ജോലി ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം. കാരണം നമ്മളന്ന് പോയത് സഫാം ഇവിടെ ദുബൈയിലെ അൽക്കൂസിലൊരു സ്ഥലത്ത്, അത് അങ്ങ് അകത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് ടാക്സിയിൽ പോലും പോകാൻ പറ്റാത്ത സ്ഥലമാണ്. ഇത്രയും തിരക്കുള്ള ഒരാൾ അവിടെ എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് എന്നെയും വിളിച്ചുകൊണ്ട് അവരുടെ ഹെഡ് ഓഫീസിൽ പോയിട്ട് അവിടുന്ന് സംസാരിച്ചിട്ട് അവിടുന്ന് പിന്നെ നേരെ ട്രേഡ് സെൻറ്ററിന് അവിടെ വന്ന് ഒരു പ്രൈവറ്റ് ലോണിൻ്റെ ഒരു ഇതാണ് അവിടെ വന്നവരെ സംസാരിച്ച് എനിക്ക് അന്ന് 34,000 ദിർഹംസ് എനിക്ക് കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. സനൽബർ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് അത് 12,000 രൂപയിലാക്കി. ഞങ്ങളത് സെറ്റിൽമെൻറ്റും ചെയ്തു. എനിക്ക് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും എനിക്ക് വാങ്ങിത്തന്നു. അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ആ ജീവിതത്തിൽ അത്രത്തോളം സനൽബർ നമുക്ക് അടുത്ത ഒരു ഇതുമാണ്. എല്ലാവർക്കും ഉപകാരി എന്ന് സൈച്ചാൻ പറയുമ്പോൾ എല്ലാ തലത്തിലും എല്ലാവർക്കും ഇപ്പം പറയാൻ പറ്റാത്ത ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് സനൽബറിനോട്. പോകുന്നതിൽ ഒത്തിരി വിഷമമുണ്ട്. എന്നാലും പോകേണ്ട കാര്യങ്ങൾക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ സഹോദരിമാരാരെങ്കിലും ഉണ്ടോ? ചുരുക്കമായിട്ട് പറഞ്ഞാൽ മതി. 10 മിനിറ്റ് മുമ്പോട്ട് പോയാൽ സാരമില്ല, വിശപ്പ് പിടിച്ചിരിക്കുക. ഞാൻ സനലിനെ കണ്ടുപോകണം. എനിക്ക് 10 വർഷം മുമ്പാണ്. പക്ഷേ അവന് എല്ലാവർക്കും ഒരു ഉപകാരിയാണ്. എല്ലാ കാര്യത്തിനും, സകലവിധ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ AC പണിയുണ്ടെങ്കിലും പ്ലംബിങ്ങിന്. കാരണം അന്ന് ഇവിടെ വില്ല നമ്മൾ മാറുന്ന സമയത്ത് സനൽ കിടന്ന് കഷ്ടപ്പെട്ടത് ഭയങ്കര. അത് ചൂടത്തും അല്ലേ പെയിൻ്റ് അടിക്കാനും എല്ലാം എന്നുവെച്ചാൽ എല്ലാവരുടെയും സഹായത്തിനും. വണ്ടിക്കാണെങ്കിൽ വണ്ടിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് വരും. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും സനൽ വന്ന് സഹായിക്കാനൊക്കെ ഒരു നല്ല മനസ്സാണ്. കൂടാതെ അന്ന് മനോജിൻ്റെ കൈ മുറിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടന്ന സമയത്ത് സഹിച്ചാൻ അന്നൊരു അവധി ദിവസമാണ്. സഹിച്ചാൻ എന്നെയും വിളിച്ച് മോനെ മനോജിൻ്റെ ഇങ്ങനെ പ്രശ്നമായിട്ട് കിടക്കും, ഓടി വരും. ഞാനും പിന്നെ ഓടി വന്നപ്പോൾ ഇങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് നിന്ന് അപ്പം പോലീസ് സ്റ്റേഷനിൽ പോകണം. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ സഹിച്ചാൻ ഇങ്ങനെ വല്ലാതെ പേടിച്ചിരിക്കുക സഹിച്ചാൻ. അപ്പോൾ സഹിച്ചാനും ധൈര്യമായിട്ടുണ്ട്. അപ്പം ഞാനും ഞാനും പോകാറുമ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പം സനലും അന്ന് നമ്മളുമായിട്ട് ഇച്ചിരി ചെറിയ പണക്കത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പം സനലിൻ്റെ കൂടെ വേറൊരാളുണ്ട്, വ്യക്തിയുണ്ട്. പുള്ളി പറയടാ നീ എന്നും പറഞ്ഞ് അവനെ നിർബന്ധിക്കും. അപ്പം സഹിച്ചാൻ പറയും മോനെ സനലെ നീയും വരണേന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ സഹിച്ചാൻ ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് അന്ന് സഹിച്ചാൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനൊക്കെ പോയത് സനലാണ്. എല്ലാ ഉപകാരം എല്ലാവർക്കും. ഇവിടെ ആർക്കും എന്തെങ്കിലും ചെയ്യാത്തതായിട്ടൊന്നുമില്ല സനൽ. പിന്നെ കൂലിപ്പണി മുതൽ ഈ ഇവിടുത്തെ ഇപ്പം നമ്മളെല്ലാവരും പറയും പ്രവൃത്തി ഉള്ള ഒരു മനുഷ്യനാണ്.
അമ്മേ നമ്മൾ ആത്മീയമായിട്ട് അവന് കാണും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അത് നമ്മളെക്കാൾ അപ്പുറമായിരിക്കും. പ്രവൃത്തി കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യന്, നമ്മളെ ബൈബിളിൽ പറയുന്ന കണക്ക് പ്രവൃത്തി ഇല്ലാത്ത എന്ത് വിശ്വാസം എന്ന് പറഞ്ഞ കണക്ക് എല്ലാവർക്കും വേണ്ടി സഹായിക്കാനും എല്ലാ കാര്യത്തിനും എവിടെ വിളിച്ചാലും അവിടെ പറന്നെത്തുന്ന ഒരു മനുഷ്യൻ. ഒരു ഈ നമ്മൾ സൂപ്പർമാൻ ഡിങ്കർ എന്നൊക്കെ പറഞ്ഞ കണക്ക് എവിടെ വിളിച്ചാലും അവിടെ ആർക്കും പറന്നെത്തി സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ വളരെ നന്ദിയുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഇപ്പം സൈജാൻ പറഞ്ഞു ഇപ്പം മൈക്കിൻ്റെ കാര്യം പറഞ്ഞു. അന്ന് ഞങ്ങൾ റീജയായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്, റീജ പറഞ്ഞു അന്ന് വീട്ടിൽ പട്ടിണി അന്ന് ഇയാൾക്കൊരു പണി കിട്ടി, ഇവനൊരു പണി കിട്ടി, ഇത്ര എമൗണ്ട് 8,000 എത്ര ദിറംസ് അങ്ങാണ്ട് ഇവന് കിട്ടി. അപ്പോൾ വീട്ടിലെല്ലാം പട്ടിണിയും പ്രയാസവും ബുദ്ധിമുട്ടായിട്ടൊക്കെയോ. ഉടനെ ഇവൻ വന്ന് ആ സ്പീക്കറോ ഇതൊക്കെ മേടിച്ചിഞ്ഞ് കൊണ്ട് കൊടുത്ത്. അപ്പോൾ റീജ പറഞ്ഞു അയ്യോ വീട്ടിലെല്ലാം പട്ടിണിയായിട്ട് കിടന്ന സമയത്താണ് അങ്ങനെ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു വ്യക്തിയാണ് സനൽ. നമ്മളെല്ലാവരും അവൻ്റെ ഭാവി ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാവരും അവനോട് പ്രാർത്ഥിക്കണം എന്ന് ഓർത്തുകൊണ്ട് നിന്ന് അതിൽ പറഞ്ഞ് അന്ന് ഞാൻ നോക്കുന്നുണ്ട്. ഈ ചെറിയൊരു ചെക്ക് കിട്ടിയതാ എനിക്ക്. ഇതിന് തന്നെ 6,000 ദിറംസായി. ആകെ 8,000 രൂപ കണ്ട് ഒരു ചെക്ക് അങ്ങാണ്ട് കിട്ടിയതായിരുന്നു. 6,000 ദിറംസിന് ഇവിടെ ചർച്ചിലില്ലെന്നും പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് സനൽ മേടിച്ചെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. എല്ലാവർക്കും ബാക്കി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സനലിൽ കൊടുത്തുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇങ്ങനെ ഒരു വാക്യം ഇയ്യോബിൻ്റെ ഒരു വാക്യം എസ്തേറിൻ്റെ പുസ്തകത്തിൽ അച്ഛൻ ഒന്ന് വാക്യം എടുത്ത് വായിച്ചു. എസ്തേറിൻ്റെ പുസ്തകത്തിൽ മൊർദെഖായിയെ പറ്റി പറയുന്നൊരു വാക്കുണ്ട്. എസ്തേർ 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. എസ്തേർ ചാപ്റ്റർ 10, എസ്തേറിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. മൊർദെഖായിയെ പറ്റി അവസാനം ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനത്തിൻ്റെ അടിയിൽ ഒരു വാക്ക് എഴുതി. മൊർദെഖായി എങ്ങനെയുള്ളവനായിരുന്നെന്ന് ഒന്ന് വായിച്ചു വെച്ചാൽ. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. ഈ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ കൂടുതൽ ഒരു വലിയ ടെസ്റ്റിമണി ഉണ്ടോ? മൊർദെഖായി ഞാൻ പറയാം, ഇതുപോലെ നമുക്ക് വേണ്ടി എല്ലാം പ്രിയമകന് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇതായിട്ട് ഇനി നമുക്കിവിടെ സഹോദരന്മാർക്ക് തുടർന്ന് സമയമുണ്ട്. ചുരുക്കമായിട്ട് ഹല്ലേലൂയ. പ്രിയ സൽമദർ പോകുന്നതുമായി ബന്ധപ്പെട്ട് ആമേൻ ഹല്ലേലൂയ 1-2 കാര്യങ്ങൾ പറയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി. പ്രത്യേകാല സൽമദർ ന്യൂ ഇയറിന് ഇവിടെ വന്നപ്പോൾ ഞാൻ സൽമദറിനോട് പറഞ്ഞൊരു കാര്യമാണ്, ബ്രദർ പോകുന്നതൊക്കെ കൊള്ളാം, ബ്രദറിനെ പോലെ ഒരാളെ ഞങ്ങൾക്ക് ആക്കി തന്നിട്ട് വേണം പോകാൻ. കാരണം ഹല്ലേലൂയ ഞാൻ കാണുന്ന ആ നാൾ മുതൽ എനിക്ക് വ്യക്തിപരമായി അറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ഹൃദയം ആമേൻ എല്ലാം മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ 2000 എനിക്ക് തോന്നുന്നു 16-ലാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കറക്റ്റ് വർഷം ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ വിസയ്ക്കകത്ത് ഞാൻ 2 വർഷം അദ്ദേഹത്തിൻ്റെ വിസയിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ രാജി പ്രഗ്നൻ്റ്, മെൽബിയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഹല്ലേലൂയ. അതുപോലെ തന്നെ രാജി മെൽബിയെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അജ്മാനിലൊരു ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പം ഞങ്ങളെ നിർബന്ധിച്ച് ബ്രദർ അവിടെ നിൽക്കേണ്ട, ഞങ്ങൾ മാക്സിമം ഞങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കിയെങ്കിലും അവർ പ്രിയ ബ്രദർ നിർബന്ധിച്ചിട്ട് പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ വില്ലയിൽ താമസിക്കാം. അങ്ങനെ ആ ഡെലിവറിയുടെ ടൈം മുഴുവനും പ്രിയ സഹോദരനോടൊത്ത് നിൽപ്പാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലുള്ള മനസ്സോടെയാണ് ഞങ്ങളെ അവർ സ്വീകരിച്ചത്. പലപ്പോഴും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പ്രാർത്ഥനയെന്ന് പറഞ്ഞു പോകുമ്പം ശരിക്കും പറഞ്ഞാൽ രാജിയെ ആ സമയത്ത് പ്രൊട്ടക്റ്റ് ചെയ്തത്, അവർക്ക് വേണ്ടുന്നതെല്ലാം കാര്യങ്ങൾ ചെയ്തതെല്ലാം സനൽ ബ്രദറായിരുന്നു. അത് നമ്മളെ സംബന്ധിച്ച് ആ രാജി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കത്ര അറിവില്ലായിരുന്നു. അതിൻ്റെ കുറ്റം ഞാൻ ഇന്നും കേൾക്കുന്നുണ്ട്. അല്ല, ഞാനത് തമാശ രീതിയിലല്ല ഞാൻ റിയലി പറഞ്ഞൊരു സംഗതിയാണ്. എനിക്കത് പറഞ്ഞു തരാൻ ആരുമില്ല. അതുകൊണ്ട് അന്നത്തെ ഓരോ കാര്യങ്ങളും ഇന്ന് അനേകർക്ക് പറഞ്ഞു കൊടുക്കാൻ ദൈവം എനിക്ക് കൃപ തരുന്നുണ്ട്. ഹല്ലേലൂയ. ആ സമയത്തും പുള്ളിക്കാരി എന്നോട് പറയുമായിരുന്നു, ഓരോ പ്രയാസങ്ങളുടെ സമയത്തും അവർക്ക് പറയാൻ ഞാനില്ല. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉടനെ പ്രാർത്ഥനയെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും. ആമേൻ ഹല്ലേലൂയ. ആ സമയത്ത് സൽബദർ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയമാണ്.
ആമേൻ ഹല്ലേലൂയ. ആ സമയത്ത് അദ്ദേഹം അവരെ കരുതുവാൻ, അവർക്ക് വേണ്ടുന്നത് മേടിച്ചു കൊടുക്കുവാനൊക്കെ പ്രിയ സഹോദരൻ ഇടയായി. ഞാൻ ഉറപ്പ് തരുന്നു, ആമേൻ ഹല്ലേലൂയ, എനിക്ക് വിശ്വാസമുണ്ട് സനബദറെ, ഹല്ലേലൂയ, നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹല്ലേലൂയ. കാരണം അതുപോലെയാണ് അജ്മാൻ സഭയ്ക്കും ഈ പറഞ്ഞ എത്ര പേര് ഇനിയും പറയാനുണ്ട്. ആമേൻ. ജോസ് ബ്രദർ പറഞ്ഞു, എൻ്റെയും കൂടെ ബ്രദർ പറ. ഇല്ലില്ല, അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഓരോ വ്യക്തികൾക്കും അദ്ദേഹം ചെയ്ത ഉപകാരങ്ങൾ മറക്കാൻ പറ്റാത്ത ഉപകാരങ്ങളാണ്. ഹല്ലേലൂയ. ഒരു പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല അദ്ദേഹം ചെയ്തത്. എനിക്ക് തോന്നുന്നു എല്ലാം നമുക്ക് ഇങ്ങോട്ട് ദാനമായിട്ട് തന്നിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഞാൻ 100% വിശ്വസിക്കുന്നു, സലമദറെ, നിങ്ങൾ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞാലും ആമീൻ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾ നഷ്ടപ്പെടത്തില്ല. നിങ്ങളുടെ കുടുംബം, നിങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ ഞങ്ങളുടെ ഈ അജ്മാൻ സഭയ്ക്ക് ദൈവം കൃപ തരും. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒന്ന് കരമടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ മനുഷ്യൻ നഷ്ടപ്പെടത്തില്ല, ആ കുടുംബം നഷ്ടപ്പെടത്തില്ല, ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടത്തില്ല. അജ്മാൻ സഭയിൽ നിന്ന് ആമീൻ നിന്റെ ആ മകൻ കേട്ടത് ആ ജീവിതത്തിൽ വലിയ ഫലവത്താകുവാൻ നമ്മുടെ കർത്താവ് കൃപ തരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ 2012 മുതലാണ് ഞാൻ ഈ ചർച്ചിൽ കൂടുവാനും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ അന്ന് മുതൽ ഈ സനൽ ബ്രദറിനെ കാണുന്നത് എല്ലാ സാഹചര്യങ്ങളിലും സനൽ ബ്രദർ ഈ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ, ഈ ചർച്ചിൽ കൂടുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ താനൊരു നല്ല പ്രയോജനമുള്ളൊരു മകനായിരുന്നു. ഏതൊരു കാര്യങ്ങളിലും ഏത് സമയത്തും നമുക്കറിയാം, ഈ ഷാർജ പോലീസിലൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ ഈ പോലീസ് ഏത് സമയത്തും നമ്മുടെ സന്നിധിയിൽ വരും, നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ. അതുപോലെ ഏതൊരു ആവശ്യത്തിനും സനൽ ബ്രദർ അവിടെ അപ്പോയിൻമെൻ്റ് ആയിരിക്കും. എനിക്കും ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സമയത്ത് ഞാൻ രാത്രിയിൽ ഷാർജ എയർപോർട്ടിൽ വന്നപ്പം ഞാൻ വിചാരിച്ചു രാത്രിയിൽ ആരെയാണ് വിളിക്കുന്നതെന്ന്. ഞാൻ സനൽ ബ്രദറിനെ വിളിച്ചു. സനൽ ബ്രദറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ ഇവിടുന്ന് ജബലലി വരെ കൊണ്ടുവിടാൻ ആ പ്രിയ മകൻ ഇടയാക്കി. അതുപോലെ ജബലലിയിൽ നിന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുവിടാനും മീറ്റിംഗ് കഴിഞ്ഞിട്ട് കൊണ്ടുവിടാനും ഒക്കെ സനൽ ബ്രദർ മുൻകൈ എടുത്ത് നിന്നിട്ടുണ്ട്. വാക്കുകൾ പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഞാൻ സമയത്തിൻ്റെ ഒരു പരിധി കൊണ്ടാണ് എൻ്റെ കാര്യം കൂടെ മനോഹരനോട് പറയാൻ പറഞ്ഞത്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നമ്മൾ പുറമേ തൻ്റെ മകൻ വലിയ ദൈവമായിട്ടുള്ള ബന്ധത്തിലൊന്നും അല്ല നിൽക്കുന്നെങ്കിലും ഉള്ളിലൊരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. ആമീൻ ഹല്ലേലൂയ. ആമീൻ. എനിക്ക് സ്പഷ്ടമായിട്ട് ഞാൻ ഓപ്പണായിട്ട് പറയാം, ആമീൻ, സനൽ ബ്രദറിന് അഭിനയിക്കാൻ അറിയത്തില്ല, പക്ഷേ ദൈവമായിട്ടുള്ളൊരു ബന്ധം ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ പിന്നിൽ നിന്ന് തൻ്റെ മകൻ ആത്മാർത്ഥതയോടെ ചെയ്യുന്നത്. ആമീൻ. ഒന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടല്ല തൻ്റെ മകൻ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഈ ചർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ആത്മാർത്ഥതയോടെ നിൽപ്പുവാൻ തൻ മകനെ ഇടയാക്കി. പ്രിയ മകനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒത്തിരി വിഷമമുണ്ട്. ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരിച്ചു, ആമീൻ, ഇങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി നിൽക്കുന്ന ഒരു മകനെ ആമീൻ നാട്ടിലേക്ക് പറിച്ച് നടുവാൻ താൻ പോയേ പറ്റൂ. ചില കാര്യങ്ങൾക്ക് വേണ്ടി പോയേ പറ്റത്തുള്ളൂ. അതിനകത്തൊരു തടസ്സമായി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷേ താൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ എപ്പോഴും തൻ്റെ മകനെ ഓർത്ത് പ്രാർത്ഥിക്കും. താൻ നിൽക്കുന്ന ആ കുടുംബത്തിൽ ആമീൻ അവർ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ എല്ലാ നന്മകളാലും ദൈവം തൻ്റെ മകനെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പകൽ സമയത്ത് എല്ലാവിധ നന്മകളാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. എനിക്കും ഒത്തിരി വിഷമമുണ്ട്. പക്ഷേ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് തീർത്തല്ല പറ്റത്തുള്ളൂ. തൻ്റെ മകൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം സഹായിക്കട്ടെ. എനിക്ക് ഈ സമയം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. പ്രിയ സാനലച്ചാനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛൻ ഒരു ഫെയ്ത്ത്ഫുള്ളാണ്. അതെനിക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോ വാക്കുകൾ അച്ഛനെ പറ്റി പറയാനുണ്ട്. എനിക്കൊന്ന് 8 കൊല്ലം കൂടെ വന്നപ്പം ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്നെ ഫുജറായി കൊണ്ടുപോയും ഫുഡൊക്കെ മേടിച്ച് തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്ന് ആദ്യമേ എന്നെ ദുബൈ മാൾ കാണിച്ച സണ്ടച്ചാനാണ്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തനായിരുന്നു. ദൈവം മാനിക്കും, ഉറപ്പുണ്ട്. കാരണം അന്ന് മനോജാൻ്റെ കൈ മുറിഞ്ഞപ്പോൾ ഒരു ലേബറിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടാണ് അന്ന് ആ സെറ്റിൽമെൻറ്റ് ചെയ്തത്. ആൾ ലേബറാണ്. അച്ഛൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ജോലിയിൽ നിന്ന് ഓടി വന്ന് അതിനെ സെറ്റിൽ ചെയ്തു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അച്ഛനെ പറ്റി പറയാനുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾക്ക് ദൈവം വിശ്വസിക്കും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാനഡ വെച്ച് കാണാമെന്നുള്ളൊരു ഉറപ്പുണ്ട്. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു. എപ്പോഴും എന്നോട് പറയും,
ഒരു വാക്കുകൂടെ പറഞ്ഞിരിക്കാം. എപ്പോഴും എന്നോട് ഒന്ന് പറയും, കാനഡ പോകുന്നകാരൻ എന്നോട് ചോദിക്കരുത്. എന്നെ ആദ്യമേ കാണുമ്പോൾ പറയുന്ന വാക്കിതാണ്. എങ്കിലും ഫെയ്ത്ത്ഫുള്ളാണ് ആ ഒരു മനുഷ്യൻ. ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറൊരു വാക്കില്ല. ഫെയ്ത്ത്ഫുൾ ആണ്. ദൈവം സഹായിക്കട്ടെ. ഇനിയും കാണാമെന്നുള്ള വിശ്വാസത്തോടെ. വലിയ ദൈവം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ദൈവനാമത്തിന് വേണ്ടി കൊടുത്താൽ ദൈവം അത് ഓർക്കുന്ന ദൈവമാണ്. എനിക്ക് ഉറപ്പുണ്ട് ഇപ്പം പോകുന്ന സിറ്റുവേഷനിൽ അപ്പുറത്തെ കർത്താവ് വലിയൊരു മാന്യതയുടെ പടവ് കർത്താവ് കൊടുക്കും. കാരണം ദൈവം ആരെയും ഇടങ്കൈ കൊടുക്കുന്നത് വലങ്കൈ അറിയാതെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ദൈവം മറക്കത്തില്ല. അനീതിയുള്ള ദൈവമല്ല. നമ്മളത് കണ്ണാലെ കാണും വരും വർഷങ്ങളിൽ. അല്ലെങ്കിൽ ഇപ്പോൾ പോയേ പറ്റൂ. കാരണം സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് പോയേ പറ്റൂ. ദൈവം സഹായിക്കും. പ്ലസ് ടു ഞങ്ങളെ സഭയായി കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെല്ലാം സനൽ ബ്രദറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് ഒത്തിരി സന്തോഷിച്ചിരിക്കുക. എനിക്ക് പറയണ്ടല്ലോ, ഇവരെല്ലാം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞതൊക്കെയും ഞാൻ മനസ്സാ സ്വീകരിക്കുക. എന്നെ സംബന്ധിച്ച് പ്രിയ സനൽ ബ്രദർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഒരുപാട് പ്രയോജനപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങൾ തമ്മിൽ കാണാൻ തുടങ്ങിയ പിന്നെ ഒരു വിഷയം ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്ന് എനിക്കുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഭാര്യ പറയും, അച്ഛാ സനലിനെ വിളിക്കിച്ച. കാരണം ഞങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സനലേ ഉള്ളൂ. വേറെ ഇവിടെ ആരോട് പറയാനാ? ഒരു കാര്യത്തിന് കൂടെ വരണം എന്നുണ്ടെങ്കിൽ സനലേ ഉള്ളൂ. ഒരു വണ്ടി മേടിക്കണോ, ഒരു ജോലി വേണോ, അവിടെ പോകണോ, ഇവിടെ ദുബൈ ഒന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത സ്ഥലത്ത് എന്നെ കൊണ്ട് ഈ മനുഷ്യൻ പോയിട്ട് വിശന്ന് തല്ലി നിൽക്കുക. ഞാൻ ആരോടും പറയാതെ നിൽക്കുക. എനിക്ക് ഞാനിപ്പോഴും ഓർക്കുന്നു, KFC കയറ്റി നിർത്തി എന്നെ ഏതെല്ലാം തീറ്റിച്ചു. ഞാനങ്ങ് അതിശയിച്ചു പോയി. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരുത്തനെ കിട്ടിയാൽ മതിയല്ലോ, ഇവനെ വിടണ്ട. ഭയങ്കര അതിശയം, അത്ഭുതമാണ്. ഒരിടത്ത് തന്നെ കൊണ്ടുപോയി ഒരു ജോലിക്ക് കൊറോണയുടെ സമയത്ത്. എനിക്ക് വെളിയിറങ്ങാൻ പേടിയാണ്. ഞാനിവിടെ ഒന്നര കൊല്ലം വെളിയിറങ്ങാതിരുന്ന് ഇങ്ങനെ ഇരിക്കുക. എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചേ ഉള്ളൂ, ഇങ്ങനൊരു സംഭവം ഉണ്ട്, അച്ഛാ റെഡി ആയിക്കോ, ഞാൻ താഴെ വന്നിട്ട് ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ താഴെയാണ് താമസിക്കുന്നത്, സ്റ്റുഡിയോയിലാണ് താമസിക്കുന്നത്. ഞാൻ അവിടെ ഇറങ്ങി നിൽക്കുക. അന്നേരം കൊണ്ട് ആൾ വന്ന് എന്നെ കൊണ്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ ഇരുന്ന കമ്പനിയുടെ സാഹചര്യം ഒന്നുമല്ല അവിടെ. പക്ഷേ ആ സാഹചര്യം ആ സമയത്ത് അത് ഭയങ്കരമാണ്. എന്തെങ്കിലും ഒരു ജോലി വേണം. അവിടെ കൊണ്ടിട്ടേച്ച് എന്നോട് ഞാൻ പറഞ്ഞു, സൺഡേ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് പറ്റുന്നില്ല, ഞാനിവിടെ. അച്ഛാ അവിടെ ഇരിക്കച്ചാ, ഏതായാലും നമ്മൾ വന്നതല്ലയോ. എന്നെ അവിടെ ഇട്ടിട്ട് പുള്ളിക്കറിയാം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പുറകെ ഇല്ലോന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകാതിരിക്കാൻ പുള്ളി അങ്ങ് പോയി. ഞാൻ അവിടെ 4.5 കൊല്ലം ജോലി ചെയ്തു. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, അച്ഛൻ ഈ സിറിയക്കാരൻ്റെ കൂടെ ഒക്കെ 4.5 കൊല്ലം ജോലി ചെയ്ത് എന്തോ സംഭവമാണ്. ഞാൻ പറഞ്ഞു, എന്നെ അവിടെ ഇട്ടിട്ട് പോയതില്ല, അവിടെ ഞാൻ നിന്നെന്ന്. ഹല്ലേലൂയ. അത്രയ്ക്ക് വലിയൊരു മനുഷ്യനാണ്. വലിയ മനുഷ്യൻ എന്ന് എനിക്ക് പറയുന്ന ഒരു വലിയ മനുഷ്യനാണ്. ഹല്ലേലൂയ. ഞാൻ ഈ സനലിനെ കുറിച്ച് പറയാൻ വന്നപ്പോൾ 2 കാര്യങ്ങൾ എൻ്റെ ചിന്തയിലേക്ക് വന്നത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനൊരു മനുഷ്യനെ കാണാൻ കിട്ടത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല പോയാൽ ഇതുപോലൊരു ആൾ ഇവിടെ കാണും. ഉണ്ടോ? കിട്ടിയോ അവര്? ഇല്ല, കിട്ടത്തില്ല. ഹല്ലേലൂയ. സ്വന്തം പ്രശ്നത്തിൻ്റെ മൂർധന്യാവസ്ഥയെ നിൽക്കുക. നമ്മുടെ ഒരു വിഷയത്തിന് വരുമ്പോൾ ആ വിഷയത്തെ മറന്നിട്ട്, ഞാൻ ഈ സനലിനെ റീജയും ഞാൻ മറക്കത്തില്ല. ഇവരെ 2 പേരുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? അവര് സ്ട്രഗിളിനകത്ത് അങ്ങേ അറ്റത്തെ നിൽക്കുക. ഞാനോ വേറൊരു വ്യക്തിയോ ആയിരുന്നെങ്കിൽ നമുക്കാണെ ഈ സാധനം എതിലെവിടെയെങ്കിലും പോയാൽ മതി, അപ്പോഴേ നമ്മുടെ മുഖവും മാറി താളന്ന് പെരയ്ക്കകത്ത് മൂടി പൊതച്ച കിടക്കുന്നത്. ഞാൻ ഇന്നേ നാഴിക വരെ ഈ സനലിനെയും റീജയും ചിരിക്കാത്ത മുഖത്തിൽ കണ്ടിട്ടില്ല. സനലിൻ്റെയും റീജയുടെ മുഖത്തോട്ട് നോക്കിയ ചിരിയെന്ന് പറഞ്ഞത് അവർക്ക് ദൈവം അങ്ങ് ഇവർ ജനിച്ചപ്പോൾ തൊട്ട് കൊടുത്തായിരിക്കും, ഇല്ലയോ? അങ്ങ് ഇത്രയും സ്ട്രഗിളിനകത്ത് നിൽക്കുമ്പോഴും ആ മുഖത്തെ തേജസ്, എന്തോ ഇത്രയും ദൈവം അവർക്ക് കൃപ കൊടുത്ത് ആ പ്രതിസന്ധിക്കകത്തും തകർന്നു പോകാതെ നിന്ന ഈ സനലിനെയും റീജയും ഞാൻ ഓർക്കാതിരിക്കത്തില്ല. ഏതു വിഷയമായാലും ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ദൈവം മോനെ നാട്ടിൽ പോയാലും നീ അനുഗ്രഹിക്കപ്പെടും, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വാക്യമുണ്ട്. ഫിലോമോൻ്റെ ലേഖനത്തിൽ ഫിലോമോനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒനേസിമോസിനെ കുറിച്ച്. ഒനേസിമോസ് ആണ് ആ ഒരൊറ്റ അധ്യായത്തിനകത്ത്, ആ ബുക്കിനകത്തെ സെൻട്രൽ ക്യാരക്ടർ. ഒനേസിമോസിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ഒനേസിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രയോജനം ഉള്ളവൻ എന്നാണ്.
എന്നാൽ ഫിലോമോൻ പറഞ്ഞു ഇവൻ പ്രയോജനം ഇല്ലാത്തവനാണെന്ന്. പിന്നെ പൗലോസ് പറയുക അവൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞ് മടക്കി അയക്കുമ്പോൾ പറയുക അവൻ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, പക്ഷെ ഇപ്പോഴോ എനിക്കും നിനക്കും പ്രയോജനമുള്ളവനായിട്ട്. ഹല്ലേലൂയ. പ്രയോജനമുള്ളവനെന്ന പേര് അന്വർത്ഥമാകുന്നതിൻ്റെ ജീവിതത്തിൽ നീ കാണും. അനേകർക്ക് പ്രയോജനം, കർത്താവിന് പ്രയോജനം, ദൈവമക്കൾക്ക് പ്രയോജനം, നിന്റെ സമൂഹത്തിന് പ്രയോജനമുള്ളവനായിട്ട് ദൈവം നിന്നെ തീർക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകളാൽ ഞാൻ നിർത്തും. ഇനി ആരും ഇല്ലല്ലോ, നമുക്കെല്ലാവർക്കും ദൈവസ്ഥാനിൽ ഒരു നിമിഷം എഴുന്നേറ്റ് അല്ല സാനിലും വന്നിട്ട് സാനിലോട് ഇന്നലെ പറഞ്ഞ അച്ഛാ ഇന്നലെ ഇത് കേട്ടപ്പോൾ തൊട്ട് എന്നെ മുട്ടിയിടിക്കുക ശേഷ വന്നിരിക്കുന്നു. ഇന്നലെ രാത്രി 2-3 പ്രാവശ്യം ഞാൻ ഒരു പ്രശ്നവുമില്ല, ഞങ്ങളൊക്കെ കൂടെയുണ്ട്, ഇങ്ങോട്ട് വന്ന് നിൽക്കാനുള്ള പേടിയാണെന്നോട് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ കൂടെയുണ്ട്, കുഴപ്പമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഈ പറഞ്ഞതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല, എന്നെ അയച്ച എൻ്റെ ദൈവമാണ്. ദൈവം തന്ന കാഴ്ചപ്പാടാണ്. എൻ്റെ സ്പിരിച്വാലിറ്റി എന്താണെന്ന് ഞാൻ പുറമേ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ആത്മീയ ഗൈഡൻസിലാണ് എല്ലാ കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് ലാഭമോ നഷ്ടമോ എന്ത് സംഭവിക്കുന്നോ ഒന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ ഇങ്ങനെ നിന്നിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷേ സാക്ഷി ഇല്ലാഞ്ഞിട്ടല്ല, സാക്ഷി പറയുക എന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം മുതൽ പറയേണ്ടി വരും. നാളെ ആയാലും തീരില്ലേ സാക്ഷിയൊന്നും. പെട്രോൾ ഇല്ലാതെ വണ്ടി റോഡിൽ കിടന്നിട്ടുണ്ട്, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഞാൻ കൊണ്ട് വണ്ടി ഇടിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് പൈസ അറബികൾ തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അതിനകത്തൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം ഒരു മിറക്കിളായിരുന്നു. ഞാനിപ്പോൾ തൽക്കാലം ചെറിയൊരു പാട്ട് പാടി ഞാനിവിടെ നിന്ന് ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നോയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നോയിരേക്കാളരികിൽ നീ എന്നും എന്നും വേണം. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. പോലും അണയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. ഒരു ഹിമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനായി. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ആമേൻ ആമേൻ. തന്ന എല്ലാ സ്നേഹത്തിനും എല്ലാ കരുതലിനും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. എനിക്ക് ശരിക്കും ഇതൊരു ചർച്ച അല്ലായിരുന്നു, ഒരു കുടുംബമായിരുന്നു സത്യത്തിൽ. പിന്നെ എവിടെ ആയാലും ഇപ്പം നാട്ടിലായാലും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവും. അത് ഞാൻ നാട്ടിൽ ഇരുന്നാലും എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഞാനുണ്ടാവും, ഇവിടെ ആയാലും നാട്ടിലായാലും. ഓക്കെ, എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക. സന്തോഷം. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റ് നിൽക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. കാര്യം പ്രിയ സ്ഥാനിൽ കടന്നുപോയ പല സാഹചര്യങ്ങളും
അനുഭവങ്ങളും ബിസിനസ് പൊട്ടിപ്പോയ സമയങ്ങളിൽ ഞാൻ പറയാം, സാധാരണ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ പിന്നെ വരാൻ നമ്മൾ മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ എന്തിനാ വരുന്നത് തോന്നിക്കാവുന്ന കാര്യങ്ങൾ കൂടെ കടന്നുപോയി. ഞാൻ പറയാം, എങ്കിലും കുഞ്ഞുങ്ങളെയും സിസ്റ്റർ എല്ലാവരെയും ആ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പ്രിയമകന് ആഗ്രഹത്തോടെ വിടുമായിരുന്നു, നിൽക്കുമായിരുന്നു. കാര്യം ഉള്ളിൽ ആ ഒരു ഞാൻ ചിന്തിക്കുന്ന ആത്മാവിൻ്റെ ആ ഒരു ചൈതന്യം പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രിയമകനെ ഈ നമ്മൾ രാവിലെ കേട്ടല്ലോ, ലോകമനുഷ്യൻ ഒരു മുഴം കയറി തീരേണ്ട സമയത്തും ദൈവത്തിൻ്റെ വലിയൊരു കൃപമാൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമ്മളോട് ഇവിടെ നിൽക്കാൻ പോലും ദൈവം ഇടയാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ദൈവരങ്ങളിൽ നമുക്ക് പ്രിയമകനെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം പ്രത്യേക ഞാൻ ഒത്തിരി പറയാം, എനിക്ക് കൃപയ്ക്കാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ എല്ലാവർക്കും ഏത് കാര്യത്തിനും വിളിച്ചാലും നമ്മളല്ലേ അതുപോലെ ഓടി വരും. നമ്മൾ എല്ലാവർക്കും ദൈവം ഒരു കൃപ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിരുന്ന കൃപ നമ്മൾ ദൈവസന്നിധി കണ്ടെത്തി ദൈവനാമത്തിനായിട്ട് യൂസ് ചെയ്യുവാൻ ദൈവം ഇടയാക്കട്ടെ. സഭയായിട്ട് നമ്മൾ ചെറിയൊരു മോൻസി നമുക്കെല്ലാം കൊടുത്ത സൗരന്മാർ എല്ലാവരും ഇത് സനിൽ എടുത്തത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ ഇരിക്കുന്നത് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ചർച്ച് ഓഫ് ദ ലിവിംഗ് ഗോഡ് വിത്ത് എ പാഷൻ ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്, ബിലോഡ് ബ്രദർ ഇൻ ക്രൈസ്റ്റ് സനിൽ കെ ജോർജ്. നമ്പേഴ്സ് 6:24-26 വാക്യമാണ് എഴുതിയിരിക്കുന്നത്. മേ ദ ലോർഡ് ബ്ലസ് യു ആൻഡ് നാടിയില്ലാത്തതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല. Bless you and protect you. May the Lord smile on you and gracious to you. May the Lord show you his favor and give you his peace. God bless you. Church of the Living God എന്ന് നമ്മൾ എഴുതിക്കുന്നതാണ്. ഇപ്പം നമ്മൾ സഹോദരന്മാർ എല്ലാവരും ചേർന്ന് സഭയായിട്ട് നമ്മൾ പ്രിയമകന് ചെയ്യുകയാണ്. പ്രിയമകന് വേണ്ടി പ്രിയമകൻ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ ദൈവം മനസ്സിലായി. ചിലതിന് നമുക്ക് വാല്യൂ എഴുതാൻ പറ്റത്തില്ല, ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് എത്ര കൊടുത്താലും വാല്യൂ ആയിട്ട് തീരത്തില്ല. അതുപോലെ തന്നെ സഭയായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് പ്രിയമകന് ഞാൻ പറയാം. ഇത് പ്രിയമകൻ നമുക്ക് എല്ലാവർക്കും ചെയ്തതിലൊന്നും വാല്യൂ അല്ല. പക്ഷേ ഞാൻ സഭയിൽ അത് പറഞ്ഞപ്പോൾ സനലിനെ അറിയാവുന്നവരൊക്കെ ഞാൻ സനലിനെ അറിയാതാണ് നല്ല പറഞ്ഞു വെച്ചാൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും പറ്റത്തില്ല. ഞാൻ പറഞ്ഞ അതിൻ്റെ അല്ല, അവരെല്ലാവരുടെ നിലയിൽ അവർ ദൈവനാമത്തിന് വേണ്ടി തന്നതാണ് സഭന് കൊടുക്കുന്നത്. ദൈവം പ്രിയമകനെ ബ്ലസ് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് എല്ലാവരും കരങ്ങളെ നീട്ടിക്കാട്ടെ. പ്രിയമകനെ ബ്ലസ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ കേട്ടതുപോലെ ഹല്ലേലൂയ, എല്ലാത്തിൻ്റെയും അതിന് തക്കതായ പ്രതിഫലം കൊടുക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയമകൻ ചെയ്തത് പ്രതിഫലം നിശ്ചയിച്ചിട്ടല്ല, ദൈവസ്നേഹത്തിലാണ് ചെയ്തത്. നാം പറഞ്ഞല്ലോ, ദൈവസ്നേഹത്തിലാണ് നമ്മുടെ മുമ്പിൽ ഇതെല്ലാം ചെയ്തത്. ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ ഓടി നടന്ന് തനിക്ക് ലഭിച്ച സമയം, സാഹചര്യങ്ങൾ, സമ്പത്ത് ഒക്കെ പ്രിയമകൻ ഉപയോഗിച്ചു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ദൈവം കണക്കിടുന്ന ദൈവമല്ല, ഒന്നും മറന്നു പോകത്തില്ല. അവിടുത്തെ ബുക്കിനകത്ത് മഷി കുറവില്ല, പേജുകൾക്കും കുറവില്ല, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് നമ്മുടെ കർത്താവ് തക്ക സമയത്ത് പ്രിയമകനെ ഉയർത്തുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, പ്രിയ സന്നദ്ധ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ അടിയങ്ങളോട് കൂടെ കർത്താവെ ആയിരിക്കാൻ പ്രിയമകനെ സഹായിച്ചല്ലോ കർത്താവെ. ജീവിതത്തിൻ്റെ ഉയർച്ചകൾ, താഴ്ചകൾ, കർത്താവെ നന്മകൾ, കർത്താവെ കുടുംബജീവിതം, കുഞ്ഞുങ്ങൾ, കർത്താവ് എല്ലാം ഈ ദേശത്ത് വെച്ച് അവിടുന്ന് കൊടുത്തപ്പാ. ഇപ്പോൾ കർത്താവെ ഞങ്ങൾ പ്രിയമകനെ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. പ്രിയമകൻ്റെ ആഗ്രഹപ്രകാരം കർത്താവെ തുടർന്ന് ഭാവി കാര്യങ്ങൾ, കർത്താവ് എല്ലാം ഭാവി അറിയുന്നൊരു കർത്താവ് അവിടുന്നുണ്ട്. ഞങ്ങൾ നാളെ അറിയാൻ വയ്യാത്തവരാ. ഒത്തിരി പ്രതിസന്ധികളിൽ കർത്താവെ പ്രിയമകനെ അവിടുത്തെ കരങ്ങളിൽ എടുത്ത് അവിടുന്ന് കർത്താവെ പൊതിഞ്ഞല്ലോ കർത്താവെ. ഈ സമയത്തും പ്രിയമകനെ ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഭ ഒന്നിച്ചു ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയമകനെ ബ്ലസ് ചെയ്യുന്നു. പ്രത്യേക കർത്താവെ പ്രിയമകൻ്റെ കുടുംബത്തെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം കർത്താവെ എല്ലാറ്റിനും
കർത്താവെ അവിടുത്തെ അളവില്ലാതെ കൊടുക്കുന്നൊരു കർത്താവ്, തക്ക സമയത്ത് ആവശ്യങ്ങൾ കർത്താവെ കൊടുത്ത് മാനിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. തുടർന്ന് ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവനാമത്തില് കർത്താവെ ദൈവത്തിന്റെ മകനായി അനുഗ്രഹിക്കപ്പെട്ട നിലയിലായി കുടുംബമായിരിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണം കർത്താവെ ഹല്ലേലൂയ. ഞങ്ങൾ യോബിന്റെ ചരിത്രം വായിക്കുന്നത് അവന്റെ ആദ്യകാലത്തേക്കാൾ ഇരട്ടിയായിട്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചു നിങ്ങൾ വായിക്കുന്നല്ലോ കർത്താവെ. പിശാച് പലതും നഷ്ടപ്പെടുത്തിയെങ്കിലും ഇരട്ടിയായിട്ട് കർത്താവ് മടക്കി കൊടുത്തതുപോലെ പ്രിയമോന്റെ ജീവിതത്തിൽ കർത്താവ് ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കുവാൻ കർത്താവെ പ്രിയമോന്റെ ജീവിതത്തോടും ചെയ്യുന്നതിനായി സ്തോത്രം. അവിടുത്തെ ഞങ്ങളെല്ലാം മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു കർത്താവെ, യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പ്രിയമോനെ ദൈവം അനുഗ്രഹിക്കട്ടെ.